ഇന്ത്യക്ക് ആദ്യമായി ലോകകപ്പ് നേടിത്തന്ന ആളാണ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ കപിൽ ദേവ്. എന്നാൽ താൻ അന്ധവിശ്വാസങ്ങൾ ഉപേക്ഷിക്കാനിടയാക്കിയ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. കരിയറിൻ്റെ തുടക്കത്തിൽ ദൈവരൂപമുള്ള ഒരു ലോക്കറ്റ് ചെയിൻ ധരിക്കുന്ന ശീലം കപിൽ ദേവിനുണ്ടായിരുന്നു. അത് തനിക്ക് വല്ലാത്തൊരു ഭാഗ്യം കൊണ്ടുവരുന്ന എന്ന് അദ്ദേഹം പരക്കെ വിശ്വസിച്ചത്. മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം ഈ ലോക്കറ്റ് കാണുമ്പോൾ പറയും, ഈ ലോക്കറ്റാണ് എൻ്റെ ഭാഗ്യജാതകം, ഇത് മിക്കവാറും എനിക്ക് ഒരുപാട് ഉയരങ്ങൾ തേടിത്തരും. ഒരു മത്സരത്തിനിടെ ഈ ചെയിൻ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ സ്പർശിച്ച ഒരു ശബ്ദം ഉണ്ടായി. ക്യാച്ചിനായുള്ള അപ്പീലിലേക്ക് അത് നയിച്ചു. അമ്പയർ കപിലിനെ നോട്ട് ഔട്ടായി പ്രഖ്യാപിച്ചു. ഈ സംഭവം കപിൽ ദേവിനെ ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ബാഹ്യ വസ്തുക്കളെയോ ആചാരങ്ങളെയോ ആശ്രയിക്കുന്നത് തൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തില്ല എന്ന് ആ സംഭവത്തോടെ കപിൽ ദേവിന് മനസ്സിലായി. അന്ധവിശ്വാസങ്ങളെക്കാൾ ആത്മവിശ്വാസമാണ് വേണ്ടതെന്നും കപിലിന് ശരിക്കും ബോധ്യപ്പെട്ടു. ചെയിനും ബ്രേസ്ലെറ്റും എല്ലാം അന്നത്തെ ഇടം കൊണ്ട് കപിൽ ഉപേക്ഷിച്ചു. എല്ലാം പറക്കി എറിഞ്ഞു. യഥാർത്ഥ വിജയം ഉണ്ടാക്കുന്നത് ഒരാൾ ധരിക്കുന്ന വസ്തുക്കളിൽ നിന്നോ അന്ധവിശ്വാസങ്ങളിൽ നിന്നോ അല്ല, ആത്മവിശ്വാസത്തിൽ നിന്നും പരിശ്രമത്തിൽ നിന്നും, അതും കഠിനാധ്വാനത്തിൽ നിന്നും മാത്രമാണ് കപിൽ ദേവിന് മനസ്സിലായി. കപിൽ ദേവിനെ പോലെ നമുക്ക് മനസ്സിലാവും, ഹാർഡ് വർക്കിന് ഒരു എക്സ്ക്യൂസും ഇല്ല. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അവർ ലക്ഷ്യം വയ്ക്കുന്ന ഉയരത്തിൽ എത്തുക തന്നെ ചെയ്യും. ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ ബാഡ് റിമാർക്സ് ഉണ്ടാകുമെന്ന് മാത്രമല്ല, നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്താൻ കഴിയുകയുമില്ല. കഠിനാധ്വാനമുള്ള ആളുകൾ മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് പറയില്ലേ, എങ്ങനെയാണെന്നറിയത്തില്ല, അയാൾക്ക് കുറേ പൈസയും കൊണ്ടായി. നമ്മൾ അങ്ങനെ പൈസ ഉണ്ടാകില്ല എന്നുള്ളതാണ്. കാരണം കൊള്ളക്കാരനായാൽ പോലും കള്ളക്കടത്തുകാരനായാൽ പോലും പോലീസുകാരനെ വെട്ടിക്കാൻ പറ്റുന്ന ഒരു മനോഭാവവും ദാർഢ്യവും ഒരു ആത്മവിശ്വാസവും കരുത്തും ഉണ്ടെങ്കിൽ അയാൾക്ക് കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെയും കഠിനാധ്വാനമുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ വഴി തേടാതെ കുറുക്ക് വഴിയിലൂടെ കഠിനാധ്വാനം ചെയ്താൽ ആപ്പിലാകും. ഞാൻ പറയുന്ന പാർട്ടി ആപ്പല്ല, അല്ലാത്ത ആപ്പിലാകും. ചിലപ്പോൾ കിടക്കാനുള്ള സ്ഥലം വയസ്സാം കാലത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് നമ്മുടെ കാരാഗ്രഹത്തിലാകുകയും ചെയ്യും.